പോകാൻ പോകുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഓൾഡ് ബുഖാറ എന്ന ചരിത്രമായ സിറ്റിയിലേക്കാണ്. ഇവിടെ ഓൾഡ് ബുഖാറയിൽ കുറച്ച് ബിനാലെ എന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ അതൊന്ന് കാണാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വന്നത്. ബിനാലെ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ്റെ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്ന കലാപരമായ എക്സിബിഷനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇറങ്ങിയത് തന്നെ ലബി ഹൗസിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനും അമീനയും കൂടെയാണ് വന്നത്. പിന്നെ ഇൽമു ഓൾറെഡി ഓൾഡ് ബുഖാറയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവളുടെ അവിടെ നിന്ന് വെച്ചിട്ട് കാണാൻ വിചാരിച്ച് നമ്മളൊരു ഈവനിങ് ടൈം ആയപ്പോഴാണ് പോയത്. ഒരു 5 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മീനെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ക്ലൈമറ്റ് വെച്ചാൽ അത്ര തണുപ്പുമില്ല ചൂടുമില്ല, അങ്ങനെ ഒരു ക്ലൈമറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്ന് പിന്നെ നോദർ ദേവാൻ ബാഗി മദ്രസൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഒരാൾക്ക് 1 lakh വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ID കാർഡ് കാണിച്ചാൽ ഒരാൾക്ക് കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെ ID കാർഡ് ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ആ ഡോറ് ഓപ്പൺ ആയിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷെ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഓൾഡ് ബുഖാറിൻ്റെ ഉള്ളിലേക്ക് കടന്നു. മദ്രസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഹോജ നസ്രത്തിൻ്റെ സ്മാരകമുണ്ട്. ഓൾഡ് ബുഖാറിൻ്റെ ഉള്ളിൽ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്. അവിടെയൊക്കെ പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ഉണ്ടാവല്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. ഈവനിങ് ടൈം ആയപ്പോൾ ടൂറിസ്റ്റുകൾ കുറേ കൂടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറേ നേരം ഓൾഡ് ബുഖാറിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഈവനിങ് ടൈമിൽ പോയിട്ട് ഒരു നൈറ്റ് 8 o'clock ആയപ്പോഴേ തന്നെയാണ് ഞങ്ങൾ തിരിച്ചെത്തി വന്നത്. കാരണം ഹോസ്റ്റൽ ഒരു 9 മണിയാകുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നും കാണുന്ന പോലെ തന്നെയാണ് അവിടുത്തെ പ്ലേറ്റ്സ്, വെസൽസ്, പിന്നെ അവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്, ബുക്സ്, അവിടുത്തെ ഡ്രസ്സസ്, അങ്ങനെ കുറേ. പക്ഷേ ഇതൊക്കെ എത്ര നമ്മൾ കണ്ടാലും വീണ്ടും വീണ്ടും നമുക്ക് കാണാനായിട്ട് തോന്നും. പിന്നെ അവിടുത്തെ ജ്വല്ലറീസ്, ഇപ്രാവശ്യം നമ്മൾ പോയപ്പോൾ പുതിയ ടൈപ്പ് ജ്വല്ലറീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലേറ്റ്സ്, ഈ കാണുന്ന പ്ലേറ്റ്സിനൊക്കെ 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വരലുണ്ട്. പിന്നെ ഞാനൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഉസ്ബെക്കിസ്ഥാനിലൊരു പ്ലേറ്റ്. സംഭവം അതിന് അത്ര റേറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ സാധാ ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഓൾഡ് ബുഖാറിൻ്റെ ഉള്ളിൽ മേടിക്കുന്ന സമയത്ത് എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് വരലുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വില കുറച്ച് മേടിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയൊക്കെ വില കുറയ്ക്കാൻ പറ്റുന്നോ അത്രയും വില കുറച്ചിട്ട് തന്നെയാണ് മേടിക്കലും. പ്ലേറ്റ്സൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടുന്ന് പ്ലേറ്റ്സ് ഇതൊക്കെ മേടിച്ചിട്ട് പോകലുണ്ട്. ഞാനിതുവരെ പ്ലേറ്റ്സും ഡ്രസ്സസും ഒന്നും മേടിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ജ്വല്ലറീസൊക്കെ ഞാൻ മേടിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോകലുണ്ട്. പിന്നെ ബിനാലിൻ്റെ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഓൾഡ് ബുഖാറിലെ ഓരോ ബിൽഡിങ്സ് കാണാനും അതിൻ്റേതായ ഭംഗിയാണ്. പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടൊരു ഫുഡാണ് പ്ലോവ്, പിന്നെ ബ്രെഡും. ആ പ്ലോവും ബ്രെഡും പിടിച്ച് നിൽക്കുന്ന ഓരോ മനുഷ്യന്മാരുടെ ഓരോ പ്രതിമകളൊക്കെയാണ് ഇതിൽ കാണിച്ച് തന്നിരിക്കുന്നത്. പിന്നെ ബിനാല നടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ റൂമിലും കുറേ അവിടുത്തെ ഡ്രസ്സസ്, പിന്നെ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ജ്വല്ലറീസിനൊക്കെ $2000. പിന്നെ ഈ കാണുന്ന $80 ആണെന്നാണ് പറയുന്നുണ്ടായിരുന്നത് ഒരു ഡ്രസ്സിന്. പിന്നെ ഇതിന് $400 ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇത്ര റേറ്റ് നമുക്ക് മനസ്സിലായില്ല. ഇനി പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ പൊമഗ്രനേറ്റിൻ്റെ ഓരോ വെസൽസ്, പിന്നെ കുറേ പ്ലേറ്റ്സ്, ഷൂസ്. പിന്നെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിനാലിൻ്റെ പ്രോഗ്രാമിൽ കുറേ പാത്രങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഹൗസ്. ഉള്ളിൽ ഫുള്ള് പ്ലേറ്റ്സും പിന്നെ നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഈവനിങ് വരുന്ന കുറച്ച് വെളിച്ചമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അന്ന് ലൈറ്റ്സ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലൈറ്റ്സൊക്കെ ആക്കിയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. ഉള്ളിൽ പ്ലേറ്റ്സും പുറത്ത് ഓരോ വെസൽസും വെച്ചിട്ടാണ് ആ ഒരു ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈവനിങ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഐഫോണിൻ്റെ ഒരു മോഡൽ വെച്ചിട്ടാണ്. അത് കല്ലാണ് സംഭവം. അതിൻ്റെ പുറത്ത് ഐഫോണിൻ്റെ ഓരോ നമുക്ക് കാണാനായിട്ട് പറ്റും. iPhone 13 Pro അങ്ങനെ ഒരു മോഡലിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ അടുത്ത് പോയി ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഐഫോണിൻ്റെ ഒരു ടൈപ്പിൽ, ഐഫോൺ കേസിൻ്റെ ടൈപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലായത്. അത് ഞാൻ വിചാരിച്ചത് വെറുതെ ഒരു സ്റ്റോൺ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്. സംഭവം സ്റ്റോൺ ആണെങ്കിലും ഐഫോണിൻ്റെ മോഡലിലാണ്. പിന്നെ കുറേ പിക്ചേഴ്സ്, എംബ്രോയ്ഡറി, അങ്ങനെ ഒരു എക്സിബിഷൻ ടൈപ്പിലാണ് ബിനാലെ എന്ന പ്രോഗ്രാം. പിന്നെ എംബ്രോയ്ഡറി വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ റൂം വൈസാണ് ഇവർ ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ ഓരോ റൂമിൽ കയറിയിട്ടും അവിടെ എന്തൊക്കെയാണുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ റൂമിൽ ഒരു സ്ക്രീൻ, വലിയ സ്ക്രീൻ വെച്ചിട്ട് അതിൽ എന്തൊക്കെയോ വീഡിയോസ് കാണിക്കുന്നുണ്ടായിരുന്നു. സംഭവം പണ്ടത്തെ കാലത്ത് അവർ ഓരോ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അവരോരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെയാണ് അതിൽ കൊടുത്ത്, നമ്മളത് കുറച്ച് നേരം അത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു റൂമിൽ പോയപ്പോൾ നമ്മുടെ നാട്ടിൽ എക്സിബിഷൻ നടക്കുമ്പോൾ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ കുതിരൻ്റെ മേലെ കുറേ സ്ത്രീകൾ ഇരുന്നിട്ട് ഫ്ലവർ പിടിച്ച് നിൽക്കുന്ന പോലെ എന്തൊക്കെയോ, നമുക്കത് നേരെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പുറത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉസ്ബെക്ക് ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ നമുക്ക് നേരെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളിങ്ങനെ കണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അണ്ടർഗ്രൗണ്ട് പോലെ അവിടെ ഇട്ടിട്ട് അവിടെ കുറേ സ്പോഞ്ചുകളൊക്കെ വെച്ചിട്ട് അവിടെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ എംബ്രോയ്ഡറി വർക്ക്സ്, പിന്നെ പണ്ട് അവർ കുക്ക് ചെയ്യുന്ന ഒരു കിച്ചൺ പോലെ അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം ഹിസ്റ്ററി പരമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് എംബ്രോയ്ഡറി വർക്കാണ്, അവർ നൂല് കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്നു. അത്രയാണ് കാണാനുണ്ടായിരുന്നത് പിന്നാലയിൽ. പിന്നെ ഓരോ ഹട്ടിൽ തന്നെ ഓരോ റൂമുകളൊക്കെ ആക്കിയിട്ട് അവരെന്ത് ചെയ്തിരിക്കുക, അവിടെയൊക്കെ ഓരോ ഷോപ്പ് പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലബിയോസിൻ്റെ അവിടെ തന്നെ വന്നിട്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ലബിയോസിൻ്റെ അവിടെ തന്നെ ഇരുന്ന ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ബസ് അടിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.